വെസ്റ്റേൺ ഡോക്സിലോട്ട് നീങ്ങിക്കൊണ്ട് മെഹുലും അദ്ദേഹത്തിന്റെ ടീമും തന്റെ മിഷന്റെ പരിസമാപ്തിക്ക് വേണ്ടി ഓരോ ചുവടും പ്ലാൻ ചെയ്യുകയായിരുന്നു. ഈ മിഷൻ സിമ്പിൾ അല്ലായിരുന്നു. വെറോണിക്കയുടെയും നെക്സസിന്റെയും സബ്ജക്ട് ഡേഞ്ചറസ് സോണായിരുന്നു വെസ്റ്റേൺ ഡോക്സ്. നമുക്ക് അവരുടെ പ്ലാൻ എക്സ്പോസ് ചെയ്യണം. പക്ഷെ അതിനേക്കാൾ ആവശ്യം നമ്മൾ അവിടെ സേഫ് ആയിരിക്കണം എന്നതാണ്. സർ, വെസ്റ്റേൺ ഡോക്സിന്റെ ലേഔട്ട് വളരെ കോംപ്ലക്സ് ആണ്. മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ്സ് ഉണ്ട്. എന്നാൽ പ്രൈമറി ടാർഗറ്റ് സോൺ സി ആയിരിക്കും. അതായിരിക്കും അവരുടെ ഹൈ വാല്യൂ ഷിപ്മെന്റ് ഏരിയ. കറക്റ്റ്. സോൺ സി ആയിരിക്കും അവരുടെ മെയിൻ ടാർഗറ്റ്. ആദ്യം ലിയാനയും അവിടുത്തെ സർവേലൻസ് സിസ്റ്റത്തെയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും ഡിസ്റ്റർബ് ചെയ്യണം. ഡ്യുവൽ മോണിറ്റർ ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യണം. സർ, ഞാൻ ആദ്യമേ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ പ്രൈമറി നെറ്റ്വർക്ക് 10 മിനിറ്റത്തേക്ക് ജാം ആക്കി വെക്കും. ലിയാന, നിനക്ക് ആ സെക്കൻഡറി സിസ്റ്റത്തിന്റെ കോഡ് ട്രാക്ക് ചെയ്യാൻ കഴിയുമോ? ഉറപ്പായും. പക്ഷെ എനിക്ക് 1 മിനിറ്റിന്റെ തെറ്റ് പോലും ഉണ്ടാകുവാൻ പാടില്ല. വെറോണിക്കയുടെ ബാക്കപ്പ് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്കിവിടെ കുറച്ച് പതുക്കെ പോകേണ്ടി വരും. നേവൽ പെട്രോൾസ് ഈ ഏരിയയിൽ വളരെ ഫ്രീക്വന്റ്ലി ആണ് വരുന്നത്. സബ്മറൈനെ സൈലന്റ് മോഡിൽ കൊണ്ടുപോകൂ. നമുക്ക് എല്ലാ റഡാർ സ്റ്റേഷനിൽ നിന്നും അകന്നു നിൽക്കണം. ഈ ക്ലോക്കിംഗ് ഡിവൈസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ ഇൻവിസിബിൾ ആകേണ്ട ആവശ്യം വന്നാൽ ഇതിനെ യൂസ് ചെയ്യണം. ഇത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഗുൽഗുലയുടെ ഗാഡ്ജറ്റ്സ് വളരെ മികച്ചതാണ്. സർ, ഈ മിഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആകാൻ പോവുകയാണ്. വെസ്റ്റേൺ ഡോക്സിന്റെ മിഷൻ ആരംഭിക്കുവാൻ പോവുകയാണ്. ടീം റെഡിയുമാണ്. എന്താ അവരുടെ പ്ലാൻ മതിയാകുമോ? വെറോണിക്കയുടെ ഡെഡ്ലി ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇത് സമയത്തിന് മാത്രമേ പറയുവാൻ സാധിക്കൂ. ജാക്കിന് ആസ്മയുടെ പ്രോബ്ലം ഉണ്ട്. അവൻ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവൻ എങ്ങനെയെങ്കിലും ആ ബട്ടൺ വരെ എത്തിച്ചേരണം. എന്നാൽ ഒരുപക്ഷെ അവൻ അബോധാവസ്ഥയിലുമാകാം. Come on, Jack. You can do it. Jack. Come on, sir. എണീക്കൂ സർ. താങ്കൾക്ക് ചെയ്യുവാൻ സാധിക്കും. ജാക്കിന്റെ മുൻപിൽ ഒരു കടങ്കഥ വരുന്നു. ഞാനാണത്, എല്ലാവരുടെയും കയ്യിലുള്ളതാണ്, എന്നിട്ടും ആരുടെയും ആവുന്നില്ല. ഞാൻ വളരെ വിലപ്പെട്ടതാണ്, എന്നാൽ അനാവശ്യമായി എന്നെ നഷ്ടപ്പെടുത്തുന്നു. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന്? ഇതിന്റെ ഉത്തരമാണ് ടൈം. സമയം എല്ലാവരുടെയും പക്കലുണ്ട്. അമൂല്യവുമാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു വരില്ല. എന്നിട്ടും നിങ്ങൾ ആവശ്യമില്ലാതെ അത് പാഴാക്കുന്നു. നമ്മൾ സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജാക്ക് ഉത്തരം നൽകിയപ്പോൾ തന്നെ വാതിൽ തുറക്കുന്നു. ജാക്ക് പുറത്തേക്ക് വരുന്നു. അവന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവന് ഇൻഹേലറിന്റെ ആവശ്യമുണ്ടായിരുന്നു. അയാളെ രക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ എനിക്ക് ശ്വാസമെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. എന്റെ ഇൻഹേലർ എവിടെയാ ഉള്ളത്? എന്താ നിങ്ങൾക്ക് സീൻ കണ്ടിട്ട് പറയുവാൻ പറ്റുമോ ജാക്കിന്റെ ഇൻഹേലർ എവിടെയാണെന്ന്? ജിമ്മി ഇൻഹേലർ കാണുന്നു. ഡോക്ടർ സഞ്ജന, ജാക്കിന്റെ ജീവൻ അപകടത്തിലാണ്. ഇൻഹേലർ താങ്കളുടെ പോക്കറ്റിലുണ്ട്. പെട്ടെന്ന് അതെടുത്ത് കൊടുക്ക. ശരി. ഇത് താങ്കളുടെ കൈവശം എങ്ങനെയാ എത്തിയത്? എനിക്കറിയില്ല. എന്തോ കുഴപ്പമുണ്ട്. എന്നാൽ ആദ്യം ആ വ്യക്തിയെ രക്ഷിക്കണം നമ്മൾ. ജാക്ക് ആ വ്യക്തിയെ തൊട്ടപ്പോൾ ഒരു വീഡിയോ കൂടി പ്ലേ ആകുന്നു. അത് ഡേവിഡ് ആണ്. ഡേവിഡ് പറയുന്നു, വെൽക്കം ഫ്രണ്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾ എല്ലാവരും എന്റെ കയ്യിലെ കളിപ്പാവകളാണെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമേ ഇവിടെ എന്തും നടക്കൂ. ജിമ്മി ആ വ്യക്തിയെ തനിക്ക് നേരെ തിരിച്ചപ്പോൾ മനസ്സിലാക്കുന്നു അതൊരു യഥാർത്ഥ മനുഷ്യനല്ല എന്ന്. അതിന്റെ ശരീരത്തിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന്. ഇനി 10 സെക്കൻഡുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യം എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്തു കിടക്ക്. ഓടൂ, കഴിയുന്നത്ര വേഗത്തിലോടൂ. എല്ലാവരും ആ വീട്ടിൽ നിന്ന് പുറത്തു കടന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു സർ. നമ്മൾ ഇവിടെ വരുന്നത് നമുക്ക് 3 പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പിന്നെ ഈ വാർത്ത ഡേവിഡിന് എങ്ങനെയാ ലഭിച്ചത്? എന്തോ വലിയ കുഴപ്പമുണ്ട്. വേറൊരു വശത്ത് ലൂക്കയും ഷേരയും ബിറ്റ്കോയിന്റെ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ച് അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അലാം അടിക്കുന്നു. ലൂക്കയുടെ കൈ തട്ടി ജ്യൂസിന്റെ ഗ്ലാസ് തറയിൽ മുഴുവനും ജ്യൂസ് ആകുന്നു. സെക്യൂരിറ്റി അലാമിന്റെ ശബ്ദം കേട്ട് പോലീസും സെക്യൂരിറ്റി ഗാർഡും അവിടെ എത്തിച്ചേരുന്നു. ലോക്കർ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ മോഷണം നടന്നുവെന്ന് മനസ്സിലായി. എന്നാൽ അവിടെ നിന്ന് വരുവാനും പോകുവാനും ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴിയാണ് പോലീസുകാരും അകത്തേക്ക് വന്നത്. ലൂക്കയും ഷേരയും കൂക്കയും എവിടെയാണ് അപ്രത്യക്ഷമായത്? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ക്രൈം ലൊക്കേഷൻ കണ്ടിട്ട് പറയുവാൻ പറ്റുമോ അവർ 3 പേരും എവിടെയാണ് അപ്രത്യക്ഷമായതെന്ന്?